പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പ്രതി ചെന്താമര കോടതിയിൽ. പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി മുൻപാകെ വിചാരണയ്ക്കിടെയാണ് ചെന്താമരയുടെ കുറ്റം നിഷേധിക്കൽ. കേസിലെ സാക്ഷികൾ കോടതിയിൽ പറഞ്ഞ മൊഴികളെല്ലാം ചെന്താമര നിഷേധിച്ചു. കേസ് ജൂൺ 1 വീണ്ടും പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കും. ഇക്ബാൽ അറക്കിലുണ്ട് പാലക്കാട് നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം. ഇക്ബാൽ, കേരളത്തെ അങ്ങേയറ്റം ഞെട്ടിച്ച കൊലപാതക പരമ്പരയാണ്. ഒരുപക്ഷെ ചെന്താമര എന്ന പേര് കേട്ടാൽ പോലും കേരളം ഒന്ന് കിടുങ്ങുന്ന അവസ്ഥയാണ്. അയാൾ ചെയ്ത ക്രൂരകൃത്യത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. നീതിന്യായ വ്യവസ്ഥയ്ക്ക് ബോധ്യമുള്ളതാണ്. ഇതിപ്പോൾ കോടതിയിൽ വിചാരണയ്ക്കിടെ ഈ കുറ്റങ്ങളെല്ലാം പാടെ നിഷേധിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു ചെന്താമരയുടെ വാദങ്ങൾ? 2025 ജനുവരി 27 കേരളത്തെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലപാതകം ഉണ്ടാകുന്നത്. പോത്തുണ്ടി ബോയൻ നഗറിൽ താമസിച്ചിരുന്ന ചെന്താമര തന്റെ കുടുംബം തന്നെ വിട്ടുപോകാൻ കാരണക്കാരായത് അയൽവാസികളായ സുധാകരന്റെ കുടുംബമാണെന്ന് ആരോപിച്ചുകൊണ്ട് സുധാകരനും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സുധാകരന്റെ ഭാര്യ സജിതയും കൊലപ്പെടുത്തിയ ചെന്താമരയായിരുന്നു. സജിത കൊലക്കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ചെന്താമര പിന്നീട് നെന്മാറയിലേക്ക് ജാമ്യ വ്യവസ്ഥകളെല്ലാം ലംഘിച്ച് എത്തിയാണ് സുധാകരനും അതുപോലെ തന്നെ സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. സജിത വധക്കേസിൽ നിലവിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ചെന്താമര ഇന്ന് ഈ ഇരട്ട കൊലപാതക കേസിലും പാലക്കാട്ടെ കോടതിയിലേക്ക് എത്തിച്ച് വിചാരണ ചെയ്യുകയായിരുന്നു. ഈ ഇരട്ട കൊലപാതക കേസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷി വിസ്താരം പൂർത്തീകരിച്ചിരുന്നു. 81 സാക്ഷികളെയായിരുന്നു പാലക്കാട് കോടതി വിസ്തരിച്ചത്. ഏതായാലും ഇതിനുശേഷം ഈ സാക്ഷികൾ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ചെന്താമര ഇന്ന് കോടതിയിൽ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ചെന്താമരയുടെ ഭാര്യ അതുപോലെ തന്നെ അയൽവാസികൾ, ചെന്താമരയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം കോടതിയിലെത്തി ചെന്താമരയ്ക്കെതിരെ സാക്ഷി മൊഴികൾ നൽകിയതാണ്. പക്ഷേ ഈ മൊഴികളെല്ലാം നിഷേധിക്കുകയാണ് ചെന്താമര ഇന്ന് ചെയ്തിട്ടുള്ളത്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ചെന്താമര ഇന്ന് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഏതായാലും ഈ കേസ് ജൂൺ 1 വീണ്ടും പരിഗണിക്കാനാണ് കോടതിയുടെ തീരുമാനം. ചെന്താമരയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നുള്ളതാണ് കൊല്ലപ്പെട്ട സുധാകരന്റെ കുടുംബത്തിന്റെ ആവശ്യം. കാരണം തങ്ങൾക്ക് ഇനിയും പുറത്തിറങ്ങി ജീവിക്കണം, തങ്ങൾക്ക് ഇപ്പോൾ ചെന്താമരയെ ഭയന്ന് പുറത്തിറങ്ങാൻ തന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ് സുധാകരന്റെ കുടുംബം പറയുന്നത്. മാത്രമല്ല ഈ ബോയൻ നഗറിലെ നാട്ടുകാരും ചെന്താമരയെ ഭയന്നാണ് ജീവിക്കുന്നത്. ചെന്താമരയ്ക്ക് ഇനി വീണ്ടും ജാമ്യം നൽകുകയോ അല്ലെങ്കിൽ ശിക്ഷ ഇളവ് നൽകി പുറത്തുവിടുകയോ ചെയ്താൽ അത് തങ്ങളുടെ എല്ലാം ജീവന് ഭീഷണിയാവുമെന്ന് ചെന്താമരയ്ക്കെതിരെ മൊഴി നൽകിയ പല അയൽവാസികളും കോടതിയെയും പോലീസിനെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ ഇരട്ടക്കൊലപാതക കേസിലും ചെന്താമരയ്ക്കെതിരായിട്ടുള്ള വിധി വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നിലവിൽ ഇരട്ട ജീവപര്യന്തം അനുഭവിക്കുന്ന ചെന്താമരയെ ഈ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിന്റെ വിചാരണ നടപടികൾക്ക് വേണ്ടി വിയ്യൂരിൽ നിന്നും മലമ്പുഴ ജില്ലാ ജയിലിലാണ് പാർപ്പിച്ചിട്ടുള്ളത്. ജൂൺ 1 കേസ് വീണ്ടും പരിഗണിക്കും. അതിനുശേഷം ഉടൻ തന്നെ ഈ കേസിൽ വിധി ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇക്ബാൽ അറക്കിലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.